പരിപാടി ഉഷാറായിരുന്നു. So like I never had an experience like this, you know, in front of a politician, hearing a speech from Narendra Modi. We all had goosebumps. പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ ഒഴുകിയെത്തിയ പതിനായിരങ്ങളിൽ ഭൂരിപക്ഷവും ഈ കാണുന്ന യുവാക്കളാണ്. അതുതന്നെയായിരുന്നു ഇവൻ 2023 എന്ന പരിപാടിയുടെ ഗംഭീര വിജയം. അടിപൊളി പരിപാടിയല്ലേ, ഇത്രയും ജനസാഗരം കണ്ടില്ലേ. ഞങ്ങളെല്ലാവരും സന്തോഷമാണ്, മോദിയുടെ ഒപ്പം ഉണ്ടാവും. വളരെ സന്തോഷമുണ്ട് നരേന്ദ്രമോദിജിയെ കാണാൻ പറ്റിയല്ലേ. പരിപാടി ഉഷാറായിരുന്നു. മോദിജി അടിപൊളിയായിട്ട് നമ്മുടെ യുവത്വത്തിനെ കുറിച്ച് പറഞ്ഞു, ബാക്കിയുള്ള ഭാവി കാര്യങ്ങളും മറ്റും എല്ലാം പറഞ്ഞായിരുന്നു. തീർച്ചയായും ഹാപ്പിയാണ്. വളരെ നല്ലൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട് മോദിജി. പരിപാടി ഗംഭീരം. മാസ് എൻട്രി ആണ്. വണ്ടർഫുൾ ഇവന്റ്. ഹാറ്റ്സ് ഓഫ് ടു ദി ഓർഗനൈസേഴ്സ്. പരിപാടി അടിപൊളി. പവറാണോ? പിന്നെ അല്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയല്ല. ഭയങ്കര ഇൻസ്പിറേഷൻ, മോട്ടിവേഷണൽ. The speech was fantastic. So the crowd was going wild as soon as he entered. So like I never had an experience like this, you know, in front of a politician, hearing a speech from Narendra Modi. We all had goosebumps. So whatever he spoke was all about positive things, about various startups and entrepreneurship and innovation. So I think, you know, this is it. India is going to be a huge in entrepreneurship and innovation, and in terms of startup, I guess in the coming years. So yeah, that's. He is the power bank. Huh? He is the power bank of India. Yeah, he's the power bank. Like, yeah, he's doing really well. He knows how and when to handle things exactly. So, you know, this is what we look for in a politician or a prime minister of India. Yeah. I hope we have a future prime minister like him. I hope he continues to be the prime minister. സൂപ്പറാണ്. അടിപൊളിയായിരുന്നു. സ്പീച്ചൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. നല്ലതായിരുന്നു. മോദിയുടെ നമ്മുടെ ഇന്ത്യ സേഫ് ആണെന്ന് തോന്നുന്നുണ്ട്. പ്രോഗ്രാം എല്ലാം അടിപൊളിയാണ്. നല്ല രീതിയിൽ തന്നെ നല്ലതായിരുന്നു. എല്ലാം കണ്ട് നല്ല ആയിരുന്നു. എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ ആദ്യമായിട്ടാണ് മോദിജി നേരിട്ട് കാണുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. മോദിനെ കാണാൻ പറ്റില്ലേ? അതല്ല, മോദിനെ കാണുമ്പോൾ ഇപ്പോൾ നമുക്കൊരു രോമാഞ്ചം. സൂപ്പർ ആയിരുന്നു. അടിപൊളി പരിപാടിയെ കുറിച്ച് എന്താണ്? അടിപൊളി പരിപാടി. നമ്മുടെ യുവജനങ്ങൾക്ക് ആത്മവിശ്വാസം. കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാടിനെ കുറിച്ചുള്ള വികസനത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേരള ജനത ഒരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഉറപ്പായ ഒരു മാറ്റം സംഭവിക്കും. തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കും കേരളത്തിന് വേണ്ടിയിട്ട്. I am a Gujarati by chance. I am a Gujarati businessman. I feel by 2025 we will have a change. 100%. Very happy. Seeing our person first time, I am very happy. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയ ക്രൗഡ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് മോഡിജിയുടെ ആ പവർഫുൾ വോയിസ് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഇത്രയും നാളെ എക്സ്പീരിയൻസിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു ക്രൗഡിനോട് അഡ്രസ് ചെയ്തത്. പരിപാടി ഗംഭീരമായിരുന്നു. സൂപ്പർ പരിപാടി. സൂപ്പർ സ്പീച്ച്. പുള്ളിയുടെ സ്പീച്ച് എന്നാ മോശമായേക്കണത്. നല്ല സ്പീച്ച്, എനർജി, ഇൻഫോർമേറ്റീവ്. നല്ല പരിപാടിയായിരുന്നു. യുവാക്കളുടെ ഹരമായിരുന്നു മോദിജി. എന്തായാലും മോദിനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മുടെ ലോക നേതാവിനെ, പക്ഷേ ഇന്ത്യയുടെ നേതാവിനെ കാണാൻ പറ്റി വളരെ ഒരു ഭാഗ്യമായിരിക്കും. പരിപാടി പൊളി, ഗംഭീരം. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സ്പീച്ച്. എല്ലാവരും നന്നായിട്ട് എൻകറേജ് ചെയ്തു. വളരെ നന്നായിരുന്നു. അതിൽ വളരെ ഹാപ്പിയാണ് മോദിജിനെ ഇത്ര അടുത്ത് കാണാൻ പറ്റിയത്. പിന്നെ പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ പറയാ അടുത്ത് കാണാൻ പറ്റിയില്ല, ഏറ്റവും അടുത്ത് കാണാൻ പറ്റി. അവിടെ ഭയങ്കര ഹാപ്പി തന്നെയാണ്. അടിപൊളി പരിപാടിയാണ്. അടിപൊളി സൂപ്പർ. മോഡി കാണാൻ ക്രൗഡൊക്കെ ആവശ്യമായിരുന്നു. നല്ല ഇതായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് മോഡിയെ കണ്ട നല്ല ആവശ്യമായിരുന്നു. നല്ല വികസനമാണ്. നാളെ വന്ദേ ഭാരത് ഉദ്ഘാടനം, അതിനുവേണ്ടി കാത്തിരിക്കും. വളരെ ഹാപ്പിയായോ? തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആയിരുന്നു മോദിജിയെ മീറ്റ് ചെയ്യാൻ. വളരെ ആവേശം തരുന്ന ഒരു പരിപാടിയായിരുന്നു. ഗംഭീരമായ പരിപാടിയായിരുന്നു. സൂപ്പർ ആയിക്കണ്. അടി സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? നല്ല പരിപാടിയായിരുന്നു. മോദിജി കലക്കി. നല്ല യുവാക്കളുടെ നല്ല തരംഗമായിരുന്നു. നല്ല പരിപാടി. മോദിജി തകർത്തു. മോദി യുവാവായി.
നല്ല പരിപാടിയായിരുന്നു. നല്ലൊരു പുതിയ തന്നെ മോദി തുടക്കമിട്ടിരിക്കുന്നു. പരിപാടി സൂപ്പർ ആയിരുന്നു. പരിപാടി പൊളി സാധനമായിരുന്നു. മോദിജി നല്ലായിരുന്നു. നല്ല പൊളി നല്ല പൊളി സാധനമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടു. പ്രസംഗമായിരുന്നു. പിന്നെന്നാ പൊളി സാധനമായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു. പരിപാടി ഉഗ്രനായില്ലേ? കാരണം ഇനി ഭാവി യുവാക്കൾ എന്താണ് പറയേണ്ടത് അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. ഭാവി വരുന്ന ഒരു യുവാക്കളുടെ അടുത്ത് അത് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അദ്ദേഹം എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി അത് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഈ വരുന്ന തൊഴിലും അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യുക, അദ്ദേഹം കൂടെ നിൽക്കുന്ന പറഞ്ഞത്. കൊള്ളായിരുന്നു ചേച്ചി. അടിപൊളിയായിരുന്നു. രക്ഷയില്ല. സൂപ്പർ ഗംഭീരം. അടിപൊളി സ്പീച്ച് ആയിരുന്നു. പരിപാടിയാണ്. വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. വളരെ നന്നായിരുന്നു. മോദിജിയെ കണ്ടിട്ട് വളരെ നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റി. നമ്മുടെ ഇന്ത്യയുടെ നല്ല വശം എന്ത് രീതിയിൽ അഡ്വാൻസ് ആവുന്നെന്ന് മനസ്സിലാക്കാൻ പറ്റി. Yeah, the speech was really motivating. It was nice coming here. ഞങ്ങൾക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ അമൃത കോളേജ് ഓഫ് നഴ്സിംഗിന്റെ വക ഞങ്ങൾ നന്ദി പറയുന്നു. അടിപൊളിയായിരുന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു. മോദിയുടെ സ്പീച്ച് സൂപ്പർ ആയിരുന്നു. ഇൻസ്പിറേഷണൽ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ലൊരു കാര്യം. സൂപ്പറായി. കാണാൻ പറ്റി. ഹാപ്പിയായി. പരിപാടി വളരെ നല്ലതായിരുന്നു. മോദിയെ കാണാൻ വന്നതാ. നല്ല ഹാപ്പിയാ. ആദ്യമായിട്ടാണ് കാണുന്നത്. മോദിയെ കാണാൻ വേണ്ടി വന്നതാ. ഭയങ്കര ഹാപ്പിയാ. അടിപൊളിയായിരുന്നു. നന്നായിരുന്നു. എല്ലാം നന്നായി പറഞ്ഞിരുന്നു. അടിപൊളിയായിരുന്നു. വളരെ നല്ല പരിപാടിയായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി. നമ്മളാണ് ഭാവി. നമ്മൾ തകർക്കും. ഉഷാർ പരിപാടി. നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. Yeah, he was he's so friendly and he spoke really well about Vidyut and all that stuff. Not exactly he spoke about Vande Bharat Express and he inspired about youth a lot. It was really fun coming here. Yeah, it's really fun. It was very good and we experienced the Narendra Modi ji, our Prime Minister has told so many good words about our Kerala, how it is developing and how it is going to develop under their government. So it was good. Very nice. It was very informative and he talked about all the new progress of India and the progressive methods for Kerala. പരിപാടി അടിപൊളിയായിരുന്നു. മോദിജി എല്ലാം നല്ല അഡ്വൈസ് ആയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒപ്പം രാജ്യം മുന്നേറുന്നാണ് കരുതുന്നത്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പ്രധാനമന്ത്രിയിൽ ഫുൾ പവർ ആയിരുന്നു. പ്രധാനമന്ത്രിയിൽ ഫുൾ വിശ്വാസമുണ്ട്. മോദിജി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പവറാണ്. കേട്ടോ? കേട്ടു എല്ലാം കേട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളി പരിപാടി. മോദിജിനെ കണ്ട് ഹാപ്പിയായോ? ഹാപ്പി. എന്തൊന്ന് സ്പീച്ചൊക്കെ കേട്ടപ്പോ? കേട്ട് പിന്നെ ഹാപ്പിയായോ? ഹാപ്പി. ഇറ്റ് വാസ് എ ഹ്യൂജ് ഇമ്പാക്ട്. സ്പീച്ചൊക്കെ നന്നായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ നടന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചാൽ ഞാൻ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെ യുവം വേദിയിലെ പ്രസംഗം അവസാനിപ്പിച്ചത്. കൊച്ചിയിലെ യുവം വേദിയിൽ നിന്നും ചിത്രയോടൊപ്പം അർജുൻ സി വനച്ച്.